ഹലോ, ഇന്നൊരു മോർണിംഗ് വീഡിയോ കേട്ടോ. നമ്മൾ ഇന്ന് നവരാത്രി വ്രതം എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ നവരാത്രി വ്രതം തുടങ്ങിയല്ലോ, അപ്പൊ ഇന്ന് നവരാത്രി വ്രതമാണ് കേട്ടോ. ഇവിടെ പിള്ളേർ രണ്ടും നവരാത്രി വ്രതമാണ്. ഞങ്ങൾ നവരാത്രി വ്രതം എടുക്കുന്നതാണ് അവരോട്. ഞാൻ ഈ പ്രാവശ്യം മൊത്തത്തിൽ എടുക്കുന്നില്ല, 9 ദിവസം എടുക്കുന്നില്ല, കുറച്ച് ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മെഡിസിൻ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് പാടാണ് മൊത്തത്തിൽ എടുക്കാൻ. അപ്പൊ ഇന്നലെ ഞാൻ ഗൗരിയും കൊണ്ട് കുനമ്പായിക്കുളത്ത് പോയി. കുനമ്പായിക്കുളത്ത് കുമാരി പൂജയ്ക്ക് ഞാൻ ഇതുവരെയും ഗൗരിയെ ഇരുത്തിയിട്ടില്ല. അപ്പൊ ഗൗരിക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ 10 വയസ്സാവും. 10 വയസ്സിനകം വെച്ച് ഇരുത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അവൾ ഇച്ചിരി ഒന്ന് മെച്യൂരിറ്റി ആയതുകൊണ്ട് നമുക്കൊന്ന് വ്രതമൊക്കെ പിടിപ്പിക്കുന്നതിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയാമല്ലോ. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എടുപ്പിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയി അവിടുന്ന് കാപ്പൊക്കെ കെട്ടിയിട്ട് അവിടുന്ന് പട്ടുപാവാട ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചിട്ട് വന്ന് തയ്ക്കാനൊക്കെ കൊടുത്ത്, വരുന്ന വഴിക്ക് തന്നെ തയ്ക്കാനൊക്കെ കൊടുത്ത് ലൈനിങ് തുണിയൊക്കെ മേടിച്ച്, കാരണം പിന്നെ അതിനുവേണ്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാവിലത്തെ പണിയാട്ടോ. രാവിലെ രസം വെക്കാം, കാരണം ഇവർക്ക് വ്രതം ആയിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ നോൺ വെജും വെക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. വെജ് വെക്കുമ്പോൾ എന്തൊക്കെ കറി വെച്ചാലും ഒരു തൃപ്തി ഉണ്ടാകത്തില്ല. നോൺ വെജ് ആകുമ്പം ഒരു കറി വെച്ചാൽ മതി. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചത് രസം വെക്കാൻ വേണ്ടിയിട്ടാണ്. രസം ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇന്ന് ഇടിയപ്പത്തിനുള്ള മാവ് എടുത്തിടുക കേട്ടോ. നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മാവൊക്കെ തീർന്നു. അപ്പം ഞാൻ ഇന്നലെ അച്ഛനെ കൊണ്ട് മാവ് വേടിപ്പിച്ചാണ് കേട്ടോ. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനേ മിക്കവാറും മാവ് എടുത്ത് കുഴയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ അതങ്ങ് ലൂസ് ആയിപ്പോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോ. അപ്പൊ ഞാൻ അതോർത്ത് എല്ലാം കൂടെ തട്ടിയിട്ട് വേറെ മാവും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് മാവ് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കും കേട്ടോ. ഇന്നെങ്ങാനും കുഴഞ്ഞു പോയാൽ ഇച്ചിരി വെള്ളം ഇടണമെങ്കിലോ എന്ന് വെച്ചിട്ട് ഇച്ചിരി എടുത്ത് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ മേശ ഇളക്കിയെടുക്കാൻ. സാധാരണ ഞാൻ രാവിലെ ഈ ഇടിയപ്പത്തിന്റെ പരിപാടി സ്കൂളുള്ള ദിവസങ്ങൾ ചെയ്യുന്നതല്ല, കാരണം എനിക്ക് വലിയ പാടാണ് ഇത് പീച്ചിയെടുക്കാൻ വേണ്ടി. പക്ഷെ എൻ്റെ അമ്മയൊക്കെ ഇതിന് എക്സ്പേർട്ട് ആട്ടോ, നിമിഷ നേരം കൊണ്ടുണ്ടാക്കും. എന്തായാലും ഭാഗ്യം പോലെ ഇന്ന് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു മാവ് കുഴച്ചെടുത്തപ്പോൾ. അങ്ങനെ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ച് പീച്ചിയൊക്കെ വെച്ചു. അപ്പം ഞായറാഴ്ചയോ ശനിയാഴ്ചയോ മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇപ്പൊ ഇവർക്ക് ഈ നോൺ വെജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചോറ് കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലത്തെ ഫുഡ് ഇച്ചിരി നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പുട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല, അരിയൊന്നും ആട്ടാനിട്ടില്ല. അങ്ങനെ ഞാൻ പോയി ഇഡ്ഡലി കുട്ടുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എടുത്തു വെച്ച് തേങ്ങയൊക്കെ തിരിങ്ങി വെച്ച്, തിരുകുന്ന മെഷീൻ ബാത്റൂമിലാണ്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നാലേ ഇനി തിരിങ്ങി തരത്തോളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരിങ്ങി വെച്ച്. എനിക്ക് ഇപ്പം ഇടിയപ്പത്തിനുണ്ടാക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകും വരും. രാവിലെ മുതലേ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് ചെയ്തത്. എന്നിട്ട് ആരും വന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ രസത്തിനുള്ള ആ സാധനമൊക്കെ അങ്ങ് വാരിയിട്ട് അതൊന്ന് അടിച്ചോണ്ട് വരാമെന്ന് വെച്ചാൽ, രസത്തിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ഇച്ചിരി ഇഞ്ചി, ഒരു 2-3 കുഞ്ഞു തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് അടിച്ചിട്ട് പിന്നെ എണ്ണയിൽ തോത്തി അങ്ങ് പൊടിയൊക്കെ ഇട്ടെടുക്കുക. അങ്ങനെയാണ് രസം വെക്കുന്നത്. പിന്നെ പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കും. അങ്ങനെ ഞാൻ പോയി ഇടിയപ്പത്തിന്റെ അച്ചൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് വാച്ചിലോട്ടാണ്, സമയം പോകും. സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചുദിച്ച് വരുന്നതേ ഉള്ളൂ. കിഴക്കോട്ടാണ് എൻ്റെ അടുക്കള നിൽക്കുന്നത്. അപ്പൊ സൂര്യൻ ഉദിച്ചുദിച്ച് വരും കുറച്ച് അപ്പോഴത്തേക്ക് നല്ല വെയിലടിക്കും. അപ്പോഴത്തേക്ക് ജനലിന്റെ അടുത്താണ് കേട്ടോ ഗോപേണം വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഗോപേണന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപേണന്റെ അടുത്ത് ഇന്നലെ പുള്ളൊരു തൈക്കോണ്ടൊക്കെ പോയിരുന്ന അതിന്റെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഫോണിനകത്ത് പാട്ടിട്ടിരിക്കുന്ന കാരണം സൗണ്ട് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയി അത് ഓഫ് ചെയ്തിട്ട് വന്ന് ഗോപേണന്റെ അടുത്ത് കഥ പറയാം. ഞാൻ സംസാരിച്ച് ആരുടെ അടുത്താന്ന് എത്തി നോക്കാൻ വേണ്ടി ഓരോരുത്തർ വരിക. ആദ്യം കണ്ണമ്മന്ന് എത്തി നോക്കിയിട്ട് പോയി ഗോപനങ്ങളാന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു പോയി. അടുത്ത ഗൗരി വന്നൊന്ന് പല്ലൊക്കെ വിളിച്ച് കാണിച്ച് അവിടെ നിൽക്കുവാണ്. അങ്ങനെ ഗോപേണന്റെ അടുത്ത് ഞാൻ സംസാരിച്ച് ഇടിയപ്പത്തിനൊക്കെ പീഞ്ഞൊക്കെ വെച്ച്. അപ്പൊ ഞാൻ വെച്ച് ഗോപേണം പൊയ്ക്കാണോന്ന്. ഗോപേണം അപ്പൊ വണ്ടി എടുത്തിട്ട് തിരിച്ച് വീണ്ടും കറങ്ങി വന്ന് എന്തോ ചോദിച്ചു. അപ്പൊ അതിനുള്ള വീണ്ടും ഉള്ള മറുപടി കൊടുക്കുകയാണ്. ആരുടെ പേര് ചോദിച്ചതാ, ഞാൻ അത് ആരാന്നുള്ള പേര് ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ പറയാണ്. അങ്ങനെ കുറെ സമയം ഗോപേണ അവിടെ നിന്ന്. അങ്ങനെ ഒരു അവസാനം പേര് കിട്ടി. ഞാൻ പറഞ്ഞു. അങ്ങനെ ഗോപേണൻ അങ്ങ് പോയി. അങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്ന്. ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കൂ എന്ന് കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നത്. കാരണം എനിക്കിത് കുറെ സമയം പിടിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് വിചാരിച്ച്. കണ്ണനാണെങ്കിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ അധികം പിഴിയിപ്പിക്കത്തില്ല, കാരണം പിഴിഞ്ഞാൽ അത് മൊത്തത്തിലാക്കുവേ. അതുകൊണ്ട് അച്ചു വരുമോന്ന് വിചാരിച്ച് ബാത്റൂമിൽ നിന്ന് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പിഴിഞ്ഞു തരാമെന്ന് പറയുന്നു. അതുവരെ നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പിഴിയാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിഴിഞ്ഞ് ഓരോന്നായിട്ട് വെച്ചു. കുറച്ച് എടുത്തോളൂ, കാരണം ഇത് അടിയിലോട്ട് തട്ടാണ്. അടിയിലത്തെ തട്ടിനകത്ത് എല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അവിടെ നിന്ന് വെള്ളം ഊറി ഒരു പരുവാകും. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ പുരുഷൻ പറഞ്ഞു എനിക്കിനി ബാക്കി പീച്ച് തരാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് വേഗം വന്നതൊന്ന് ശരിയാക്കി തൈ, എനിക്കിവിടെ ജോലി ഒരു കൂന കിടക്കുന്നു. ഇതെല്ലാം ചെയ്താൽ 8 മണിക്ക് ഗൗരിയെ വിടയും വേണം. അതുകൊണ്ട് വാന്നും പറഞ്ഞ് ഞാൻ കിടന്ന് ബഹളം വെക്കുവാണ്. ദാ വരുന്നു എന്ന് കുറെ നേരം കൊണ്ട് പറയുന്നില്ല, അത് വരുന്നില്ല. അങ്ങനെ ഞാൻ പുറകോട്ട് നോക്കി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്.
രാവിലെ ഇത് ഉണ്ടാക്കാത്ത കാര്യം ഇതാ. കാരണം ഒറ്റയ്ക്ക് ഇത് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒരു പണിയും നടക്കത്തില്ല. ഒരുപാട് സമയം വേണം. എനിക്കിത് ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണം. ചിലവരൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. പാറുമൊക്കെ ദാ പറയുന്നതിനകം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും. പക്ഷേ എനിക്കിത് ഭയങ്കര പാടാട്ടാ. എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ ബീച്ചി എടുക്കുന്നതിന് വലിയ പാടാ. ഇത് കറക്കി കറക്കി ഒരു പരുവ് ഒത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സമാധാനമായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയി ബാക്കി ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടി എടുത്തു വെച്ചു. കാരണം എനിക്ക് ഇനി കറി വെക്കണ്ടേ, ഈ ഇടിയപ്പത്തിനുള്ള കറി വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, കൊച്ചുള്ളിയും ബാക്കിയെല്ലാം കൂടെ അരിഞ്ഞു വെക്കാൻ വേണ്ടി ഞാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് അച്ചു എന്തൊക്കെയോ പറയുന്നു, ഞാൻ എന്തൊക്കെയോ കിടന്ന് ബഹളം വെക്കുന്നു. അച്ചു അതെല്ലാം കൂടെ കൂന പോലെ ആക്കുന്നു. അച്ചു അങ്ങനെ വെക്കാതെ പരത്തിയെടുക്കുന്നൊക്കെയും കണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയെല്ലാം എടുത്ത് അതിനകത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ സവാളയൊക്കെ തൊലിച്ചു വെച്ചു. ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ നോക്കുന്നത് ഗൗരിയെ വിളിക്കുന്നതാണ്. ഗൗരി കുളിക്കുക, ഗൗരി ബാത്റൂമിൽ പോകുക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കണം. പറഞ്ഞില്ലെങ്കിൽ അവൾ പറയും അമ്മ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ അച്ചു പോയി തേങ്ങ അടച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് തേങ്ങാവെള്ളം തന്നു. നല്ല ടേസ്റ്റുള്ള തേങ്ങാവെള്ളമായിരുന്നു. വേറെ എവിടത്തെയും അല്ല, എൻ്റെ വീട്ടിൽ നിന്ന് 5-6 തേങ്ങ അമ്മ വന്നപ്പോൾ ഞായറാഴ്ച കൊണ്ട് തന്നായിരുന്നു. അതിലെ തേങ്ങാവെള്ളമാണ്, നല്ല സൂപ്പർ മധുരമായിരുന്നു. അതിൻ്റെ തേങ്ങാവെള്ളം ഇച്ചിരി തന്നതാണ് ഞാൻ കുടിച്ചിട്ട് എക്സ്പ്രഷൻ കാണിച്ചത്. തേങ്ങ വെള്ളമൊക്കെ കുളിച്ച് നിന്ന് തേങ്ങ തിരിങ്ങുവാണ്. തേങ്ങ തിരിങ്ങുന്ന മെഷീനാണ് ദാണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തേങ്ങ തിരിങ്ങുന്ന മെഷീൻ ബാത്റൂമിലാണ്. ആ മെഷീൻ വന്ന് തേങ്ങ തിരിങ്ങുന്നത് കണ്ടോ. ഈ മെഷീനാണ് ഇവിടെ നിന്നും തേങ്ങ തിരിങ്ങി തരുന്നത്. വേറെ മെഷീനൊന്നും ഞാൻ പ്രത്യേകം മേടിച്ചിട്ടില്ല തേങ്ങ തിരിങ്ങാനുള്ള. ഈ മെഷീൻ കൊണ്ടാണ് ഞാൻ തേങ്ങ തിരിങ്ങുന്നത്. ഉദിച്ചു വന്ന് മുഖത്തടിക്കുന്നത് കൊണ്ടാണ് ഇത്ര വെട്ടം മുഖത്ത് തോന്നുന്നത്, ഭയങ്കര ഗ്ലാമർ തോന്നുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, വെട്ടമടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെട്ടം പോലെ കാണുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. കഥ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കം കൂടിയായിരുന്നു. ആരുടെയോ കഥ പറഞ്ഞത്, അനിയൻ വന്ന കഥയോ മോട്ടർ ശരിയാക്കിയ കഥയോ അങ്ങനെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞ്, ടാങ്ക് വൃത്തിയാക്കിയ കഥ, അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് ഞങ്ങൾ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ അതും ഇതുമൊക്കെ പറയും, നീ അങ്ങനെ പറയും, നീ ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം വെക്കും. ഇത് എപ്പോഴും ഉള്ള അടുക്കളയിലോട്ട് കയറി എന്നിട്ട് ഇറങ്ങി പോകും. അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. നല്ല മഴ പെയ്തത് കാരണം ആ മഴയൊന്ന് നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞ് ഞാൻ ക്യാമറ എടുത്ത് തിരിച്ചു വെച്ചതാണ്. ഈ മനുഷ്യൻ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. വഴക്ക് കൂടെ എന്നിട്ട് പറയും ഞാൻ എന്താ പോകുന്നത് എന്നും പറഞ്ഞ ഒറ്റ പോക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും വലുതായിട്ട് മിണ്ടാൻ പോകത്തില്ല. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. കാരണം ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരോഗ്യാവസ്ഥ വളരെ മോശകരമായതുകൊണ്ട്. അപ്പോൾ ഇതേ ഇടിയപ്പമൊക്കെ റെഡിയായി. അപ്പം ഞാൻ ഇടിയപ്പം എടുത്ത് തടക്ക തട്ടി. ചിലവരൊക്കെ ഇതിനകത്ത് മറ്റേ വാഴയിലയോ അല്ലെങ്കിൽ മറ്റേ ചീലാന്തി ഇലയോ അങ്ങനെ തുണിയോ ഒക്കെ വെച്ച് വെക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇതിനൊന്നും മെനക്കെടാൻ പോകാറില്ല. ഞാൻ അതിനകത്ത് തന്നെ ഡയറക്റ്റ് തേങ്ങയിട്ട് അങ്ങ് എടുത്ത് പീച്ച് വെക്കത്തതേ ഉള്ളൂ. എന്നിട്ട് ഇതേ കണക്ക് എടുത്ത് തടക്ക തട്ടും. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഇഡലി കൂട്ടത്തിൽ വെള്ളം കുറവ്. അവിടെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ പോയി കുറച്ച് വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് ഒന്നും കൂടെ വെച്ചാൽ അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞ് നാശമാകും. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ചിട്ട് പിന്നെ പോയിട്ട് വന്ന് പാത്രം എടുത്ത് ഗൗരിക്ക് ആഹാരം കൊടുക്കാൻ പോകണം. ഗൗരി കുളിച്ചിന്ന് പൂജയൊക്കെ ആയതുകൊണ്ട് കുളിച്ചിട്ട് വരും രാവിലെ. അല്ലാത്ത ദിവസം ഞാൻ രാവിലെ ആളെ തല കുളിപ്പിക്കത്തില്ല. ഇന്ന് ഞാൻ പറഞ്ഞു രാവിലെ തല കുളിക്കാൻ പറഞ്ഞു. കാരണം വ്രതമൊക്കെ അല്ലേ, കാപ്പൊക്കെ കെട്ടിയിരിക്കുന്നതുകൊണ്ട്. അവൾ പോയി ഭസ്മം എടുത്തുകൊണ്ട് വന്ന് ഇട്ട് തന്നെയാണ് എൻ്റെ നെറ്റിയിലും. ഞാൻ രാവിലെ കുളിച്ചായിരുന്നു. എനിക്ക് പനിയായിരുന്നു, 2 ദിവസം കൊണ്ടേ പനി. അതുകൊണ്ട് ഞാൻ തല നനച്ചില്ല, മേല് കഴുകിയത് മാത്രമേ ഉള്ളൂ. പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കണ്ണൻ്റെ അടുത്ത് നീ അമ്പലത്തിൽ പോകുമെന്ന് പറയുക. രണ്ടുപേരടുത്തും കൂടെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ഇനിയിപ്പോൾ ഗൗരി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമാവും, വണ്ടി വരും. പിന്നെ അവൾ കഴിക്കാനും എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഗൗരിയുടെ അടുത്ത് ഞാൻ അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞ് കണ്ണൻ മാത്രം പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവ അമ്പലത്തിൽ പോകാനായിട്ട് പോകാൻ റെഡിയായി. അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിന് ചമ്മന്തിയും കൂടെ അരയ്ക്കാം. അപ്പോൾ ചമ്മന്തിയും രസവും ആണ് ഇന്ന്, അച്ചാറും ഉണ്ട്. വേറെ വലുതായിട്ടൊന്നുമില്ല. ഇന്നലെ സോയാബീനൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് സോയാബീനൊക്കെ വലിയ പാടാണ്. അപ്പം ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി 2 കൊച്ചുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് തൊലിച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് പോവുകയാണ്. ചമ്മന്തിയൊക്കെ ഇവിടെ ഞങ്ങൾക്ക് വലിയ പാടാണ്. പിന്നെ വ്രതമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ചമ്മന്തി രസം ഉണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. ചമ്മന്തിയൊക്കെ ഞങ്ങൾക്ക് അലർജിയുള്ള കൂട്ടത്തിലാണ്. അപ്പം നോക്കിയപ്പോൾ തേങ്ങ എല്ലാം കൂടെ ചെറിയ ജാറിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പോയി ഒരു വലിയ ജാർ എടുത്തുകൊണ്ട് വന്ന് അതിനകത്തോട്ടങ്ങ് തട്ടിയിട്ട്. ഇതെനിക്ക് എപ്പോഴും ഉള്ള പണിയാട്ടാ, ചെറുതേ എടുക്കത്തുള്ളൂ. ഇവിടെ അച്ഛൻ എപ്പോഴും പറയും എല്ലാം കുടുക്കയ്ക്കകത്തേ വെക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും ചെറിയ സാധനങ്ങൾ നോക്കും. പിന്നെ അതിനകത്ത് പറ്റാതെ വരുമ്പോൾ വലിയ പാത്രം എടുക്കും. അതിനകത്ത് ഇതിനകത്തോട്ട് തട്ടും. ആ പാത്രവും കഴുകണം, ഈ പാത്രവും കഴുകണം. ഇതെനിക്ക് സ്ഥിരമുള്ള, ഇങ്ങനെ പലർക്കും കാണും ഈ പ്രശ്നം. എന്നാൽ എനിക്ക് ഈ പ്രശ്നം എപ്പോഴും കാണും. ഞാൻ ആദ്യം വിചാരിച്ച ചെറിയ ജാറിലിട്ടങ്ങ് അരയ്ക്കാണ്. പിന്നെ നോക്കിയപ്പോൾ എല്ലാവർക്കും ഉച്ചയ്ക്ക് എടുക്കണ്ടേ. അപ്പം പിന്നെ വലിയ ജാറിനകത്തോട്ടങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ജാർ എടുത്തുകൊണ്ട് വന്നു. പിന്നെ വലിയ ജാറിനകത്തോട്ടിട്ട് മുളക് പൊടി ഇട്ട് കുറച്ചിടുന്നത് ഇച്ചിരി പച്ചമുളക് 2-3 ഇരുന്നത് ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് അടിച്ചുകൊണ്ട് വരാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ട് അടിച്ച്. അപ്പോഴത്തേക്ക് ഗൗരി വന്ന് ഇടിയപ്പം കൊടുത്തപ്പോൾ അവൾക്ക് കറി എപ്പോൾ കൊടുത്താലും മുഴുക്കത്തില്ല, ഒരു ലോഡ് കറി വേണം. അപ്പോൾ അവൾ പറയുവാ ഉപ്പും ഇല്ല, എരിയും ഇല്ല, ഒന്നുമില്ല ഈ കറിക്കൊന്ന്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് 1 ലോഡ് എരി വേണം കേട്ടാ കറിക്ക്. ഞാൻ അങ്ങനെ ഒന്ന് ഉപ്പ് നോക്കിയതാ. ഉപ്പൊക്കെ ഉണ്ടല്ലേ ആവശ്യത്തിന് എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് വഴക്ക് പറയുന്നത് കേട്ടാ. എന്നിട്ട് പിന്നെ അവളുടെ ഒരു സമാധാനത്തിന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട്.
അവൾക്ക് ഭയങ്കര എരി ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. ഞാൻ ഇച്ചിരി എരി കുറച്ചായിട്ടാ കേട്ടോ. എപ്പോഴും ഇങ്ങനെ എരിയൊക്കെ കൂട്ടി ശീലിച്ചാലോ ഇപ്പോഴേ. പിന്നെ ഞാൻ ആ ചമ്മന്തിയൊക്കെ അരച്ചത് ഒരു പാത്രത്തിലാക്കി അങ്ങ് അടച്ചു മാറ്റി വെച്ച് ഈ ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി പറക്കിയൊക്കെ വെക്കണം. എന്നിട്ട് ഗൗരിക്ക് ചോറിടണം. അപ്പൊ ജോലി ഇഷ്ടംമാതിരി ഇനി കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ വർക്ക് ഏരിയയിലോട്ട് പോകും, അടുക്കളയിലോട്ട് വരും, വർക്ക് ഏരിയയിലോട്ട് പോകും, അടുക്കളയിലോട്ട്. ഇതൊരു വലിയ ജോലി കേട്ടോ. ചോറ് അങ്ങനെ എടുത്തുകൊണ്ട് ഒന്ന് മുരിക്കാൻ വേണ്ടി എടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗൗരിക്ക് ചോറിടാനുള്ള പണികൾ നടക്കുവാണ്. അപ്പൊ പുളി പിഴിഞ്ഞതിന്റെ ബാക്കി കുറച്ച് സത്തും കൂടെ അതിനകത്തുണ്ട്. ഒരു വട്ടം കൂടെ അതിനെ ഞെക്കി പിഴിയാനുള്ളത് അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ അതിന് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ച്. എന്നിട്ട് ഞാൻ ബാക്കി ചോറൊക്കെ ഇടാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഞാൻ അതിന് മുമ്പേ കുറച്ച് 2-3 ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. ഇത്തിരി പഴുത്ത ഏത്തക്ക പുഴുങ്ങി കൊടുക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെടുത്തൊന്ന് പുഴുങ്ങാന്ന് വെച്ചിട്ട് ആ ഇഡലിക്കുട്ടത്തിൽ തന്നെ വെച്ചിരുന്നു. അത് വെന്തോന്നൊന്ന് നോക്കിയ തുറന്ന് അപ്പോഴത്തേക്ക് ഏത്തക്കയൊക്കെ ഒരുവിധമായി. പിന്നെ ഞാൻ ഇച്ചിരി പാലൊഴിച്ച് കുടിച്ചേട്ടാ. ഈ പനിയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ചൂടോടെ എന്തെങ്കിലും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അതൊരു അല്ലാത്ത ആശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി പാലൊഴിച്ച് കുടിച്ച് എന്നിട്ട് പോയി ഗൗരിയുടെ പാത്രമൊക്കെ എടുത്തോണ്ട് കഴുകാനായിട്ട് പോയി കഴുകിക്കൊണ്ടുവന്ന് ഗൗരിക്ക് ഇനി ചോറിടും. ഗൗരിക്ക് ചോറ്, അച്ചാറും ഒരു രസവും ഒരു ഇച്ചിരി ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. കാരണം ഗൗരിക്ക് അതിനു വേണ്ടിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് അമൃത അതിലേക്കൂടെ പോയി അമൃതയെടുത്ത് വിളിച്ച് എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് അമൃതയെടുത്ത് കിളി വന്നോ എന്നൊക്കെ ചോദിച്ചാണ്. കിളിയൊക്കെ കണ്ണൂർ പോയിരുന്നു. അപ്പൊ കിളിയൊക്കെ ഇന്ന് രാവിലെ എത്തി എന്ന് പറഞ്ഞ് അപ്പൊ രണ്ട് ഗൗരിയുടെ ചോറൊക്കെ ഇട്ട് വെച്ച്. അപ്പൊ കണ്ണ് അമ്പലത്തിൽ പോയിട്ട് വന്ന് ചന്ദനവും കൊണ്ട് വന്നേ കേട്ടോ അവൻ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കയ്യിൽ അഴുക്ക് നീ ഇച്ചിരി ഇട്ട് തരാം. അപ്പൊ അവൻ വാരി നിരത്തിയതാട്ടാ. അപ്പൊ ഞാൻ നോക്കിയപ്പം കൊള്ളാം, നല്ല ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ പറയാം മുട്ട നെറ്റിയാണ്, ഡിസൈൻ നല്ലതുപോലെ വരയ്ക്കാൻ പറ്റും. എന്നെ ആക്ഷേപിച്ചിട്ട് അവൻ അങ്ങ് പോയി. എന്റെ നെറ്റി ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പണ്ടേ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയും. അതൊരു സത്യമായ കാര്യമാണ്. ഞാൻ പറയും അതൊരു ഭാഗ്യമാണ് എന്ന്. പക്ഷെ നാട്ടുകാർ പറയും അത് കഷണ്ടിയാണെന്ന്. കഷണ്ടിയൊന്നും അല്ല കേട്ടോ. എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഇത്രയും നെറ്റിയുണ്ട്. എന്റെ നെറ്റി മുട്ട നെറ്റിയാ. പിന്നെ ഞാൻ ഗൗരിയുടെ ബാഗിനകത്തോട്ട് ചോറും പാത്രവും എല്ലാം എടുത്തു വെച്ചു. പിന്നെ അതാ ഇതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ. ഇവളുടെ മുടി നല്ല സ്ട്രെയിറ്റ് മുടിയാ. പക്ഷെ ഇത് ഉടക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഉടക്ക ഈ മുടി. ഉടക്കി കഴിഞ്ഞാൽ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പെടുന്ന പാട് ചില്ലറയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് ഉടക്കെടുത്ത് വെക്കാൻ. എനിക്ക് ഈ 4-3-7 കൂടെ ഉള്ളതുകൊണ്ട് അതിനകത്തൊന്നും ഉടക്കമൊന്നൊരു ചരിത്രമേ ഇല്ല. എന്റെ കൈ ഒന്ന് കയറ്റി തന്നാൽ മതി, അപ്പൊ തന്നെ അത് ഉടക്കാവും മാറും. ഇത് ഭയങ്കര പട. രാവിലെ പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വലിയ പല്ലുള്ളൊരു ചീപ്പ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതാകുമ്പോ ഈ കൈ നമ്മളിട്ട് കോതുന്ന കണക്ക് പെട്ടെന്ന് കോതിയെടുക്കുക. ഇതാണെങ്കിൽ തലയിലോട്ട് തൊട്ട ഇവളിവിടെ നിന്ന് ബഹളം വെക്കുമെന്നേ. ഇവൾ ഉടനെ ആ നോവുന്നു. ഈ ചീപ്പ്, ഈ വലിയ പല്ലുള്ള ചീപ്പ് ഞാൻ അതിനു വേണ്ടി മേടിച്ചു വെച്ചേക്കുന്നത് ഇവളുടെ മുടിയിൽ ഈ ചെടയിറക്കാൻ വേണ്ടി മാത്രം. ഈ സ്ട്രെയിറ്റ് മുടിയാണെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് പിരുത്തിട്ടിരുന്നാലോ അല്ലെ കുളിച്ചിട്ട് വന്നാലോ അല്ലെങ്കിൽ ഒന്നൊന്ന് ഷാമ്പു ഇട്ടിരുന്നാലോ പെട്ടെന്ന് കയറി അങ്ങ് ചെടയാവും. ചെടയായി കഴിഞ്ഞാൽ പിന്നെ ഇത് വൃത്തിയാക്കുന്നതാ പാട്. എന്നാൽ സ്വന്തമായിട്ട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ അത് അവള് ചെയ്യത്തതുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മുടി വെട്ടിക്കളയണമെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ ഈ വർഷം അവൾക്ക് അരങ്ങേറ്റമുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അരങ്ങേറ്റത്തിന് മുടി ഇച്ചിരി വേണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുന്നതാ. അല്ലെങ്കിൽ പിന്നെ തിരുപ്പനൊക്കെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. തിരുപ്പനൊക്കെ എവിടെ ഇട്ട് വെക്കാനാ? അതിൻ്റെ ഇടയ്ക്ക് ലിജി വന്നോന്ന് എത്തി നോക്കുക. അങ്ങനെ മുടിയൊക്കെ വൃത്തിയാക്കി എങ്ങനെയെങ്കിലും കെട്ടിയൊക്കെ വെച്ചതിന് ശേഷം ഇച്ചിരി ചീപ്പിയൊക്കെ വൃത്തിയാക്കി ഞാൻ പറഞ്ഞു പോയി ID കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാണ് വണ്ടി വന്ന്. ഞാൻ ഓടി അങ്ങെത്തുമ്പോഴത്തേക്ക് വണ്ടിയുടെ പാട്ടിന്. അപ്പോഴത്തേക്ക് അച്ചു പിന്നെ ഓടിപ്പോയി ബാഗൊക്കെ മേടിച്ച് വണ്ടി കൊണ്ടുപോകാന്നും പറഞ്ഞ് അച്ചു അങ്ങ് കൊണ്ടുപോയി. ID കാർഡ് അവളെ എടുത്തിട്ടില്ലായിരുന്നു, കൈ പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ പോയി വണ്ടിയിലോട്ട് കയറ്റി വിടാനായിട്ട് അച്ചു അങ്ങ് പോയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്ന്. പിന്നെ വന്ന് ബാക്കി പണികളെല്ലാം നോക്കണം. അങ്ങനെ ബാക്കി പണികളെല്ലാം നോക്കുക. അപ്പോഴത്തേക്ക് കണ്ണന് ആഹാരം കൊടുക്കാമെന്നും പറഞ്ഞ് കണ്ണനെ വിളിച്ച് കണ്ണൻ അതിനകത്ത് എന്തൊക്കെയോ ഡയലോഗൊക്കെ പറഞ്ഞ് കണ്ണൻ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കാള പോലെ വളർന്നു, എന്നെക്കാളും ഉണ്ട്, എന്നാലും കുട്ടിത്തരത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ അവന് ഞാൻ ആഹാരം കൊടുത്ത് അവനെയും പറഞ്ഞു വിട്ട് അവൻ എന്തൊക്കെയോ കഥ പറഞ്ഞു. പിന്നെ ഞാൻ ആ പഴം പുഴുങ്ങിയതെടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി തണക്കുമ്പോഴത്തേക്ക് അവന് കൊടുത്ത് സ്കൂളിൽ വിടാമല്ലോ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ അവന് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുമ്പം സ്റ്റാമിന പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ വലിയ കാര്യമൊന്നും ഇല്ല അവന്. ഇന്നൊന്നും അവൻ ചെയ്തെന്നും പറഞ്ഞ് വലിയ പ്രയോജനമൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ ഞാൻ ഗൗരിയുടെ യൂണിഫോം ഒന്നും ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് കഴുകിയിട്ടില്ലായിരുന്നു. വൈകിട്ട് വന്ന ഉടനെ അങ്ങ് അമ്പലത്തിൽ പോയിട്ട് കഴുകിയിടാൻ പറ്റില്ല. പിന്നെ ഞാൻ അതും അച്ചുവിൻ്റെ ഡ്രസ്സും കണ്ണൻ്റെ യൂണിഫോമിൻ്റെ ഉടുപ്പും എല്ലാം കൂടെ എടുത്ത് നനച്ച് വെച്ച് ഇച്ചിരി ലിക്വിഡ് എടുത്ത് ഒഴിച്ച് സോക്സും എന്തൊരു ഒന്നും ഞാൻ മെഷീനിൽ ഇടത്തില്ല. കാരണം ആ സ്മെല്ല് എല്ലാത്തിലും കയറി പിടിക്കും. അതങ്ങ് നനച്ച് വെച്ചിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകാമെന്നും പറഞ്ഞ് ഞാൻ പോയി പണിയായുധം എടുത്തോണ്ട് വന്നു. എൻ്റെ പണിയായുധമാണ് ഏപ്രിൽ എടുത്ത് കഴിവിയില്ലെങ്കിൽ നമ്മുടെ പുറമെല്ലാം നനഞ്ഞ് നാശാഘോഷം. അതുകൊണ്ട് ഞാൻ പോയി ഏപ്രിൽ എടുത്തോണ്ട് വന്ന് പാത്രം എല്ലാം കഴുകി വെച്ച്. ഈ പാത്രം എല്ലാം ഇത്രയും കിടക്കുന്ന വെച്ചാൽ ഞാൻ ഇവരെ വിടുമ്പം എല്ലാ സാധനങ്ങളും അങ്ങും കൊണ്ടിട്ടിട്ട് അങ്ങ് ബാക്കി ജോലിയെല്ലാം ഒതുക്കി വേഗം വൃത്തിയാക്കിയിട്ട് അങ്ങ് വിടാമെന്ന് വിചാരിക്കും. ആഹാരം ഉണ്ടാക്കും, പിന്നെ വൃത്തിയാക്കലൊക്കെ അത് കഴിഞ്ഞിട്ടേ നടക്കൂ. കണ്ണന് താമസിച്ച് പോയാൽ മതി. കണ്ണൻ 9 മണിയാകുമ്പം പോയാൽ മതി. ഗൗരിക്ക് 8 മണിയാകുമ്പോൾ വണ്ടി വരും. അതുകൊണ്ട് 8-8:10 വണ്ടി വരും. അപ്പോഴത്തേക്ക് എല്ലാം ആവണ്ടേ. അപ്പൊ ഈ പാത്രവും കഴുകി ഓരോന്ന് കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കും. അപ്പോഴത്തേക്ക് അവളെ കറക്റ്റ് സമയത്ത് വണ്ടിയിൽ വിടാക്കത്തില്ല. അതുകൊണ്ട് ഈ പാത്രമെല്ലാം
ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നിട്ട് അവസാനം ഇവരെല്ലാം പോയി കഴിയുമ്പോൾ സമാധാനമായിട്ട് കഴുകാമല്ലോ. അതുകൊണ്ടാണ് ഈ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കഴുകുന്നത്. ഇപ്പൊ ഈ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് കഴുകി പറക്കി അങ്ങോട്ടങ്ങ് വെച്ചത്. അപ്പോഴത്തേക്ക് കണ്ണൻ കഴിച്ചിട്ട് വന്ന് കണ്ണൻ പാത്രം കൊണ്ടുവന്നപ്പോൾ കണ്ണൻ്റെ അടുത്ത് ഞാൻ വേസ്റ്റ് എടുത്തിടാൻ പറഞ്ഞു. അങ്ങനെ കണ്ണൻ വേസ്റ്റ് എടുത്ത് അതിനകത്തോട്ട് വാരി ഇടുന്നതാണ് കാണുന്നത്. അങ്ങനെ പാത്രം എല്ലാം കഴുകി തീർന്നതിന് ശേഷം നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇടുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണ്, എന്ത് സുന്ദരമാണ്, എന്ത് സൗന്ദര്യമാണ് അടുക്കളയ്ക്ക് ഇല്ലേ. അങ്ങനെ വേസ്റ്റ് എല്ലാം വാരി കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വേസ്റ്റ് എല്ലാം വാരി എല്ലാത്തിലും കൂടെ ചരുവത്തിലൊക്കെ വാരി ഇടും, എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരുമിച്ച് കളയാൻ വേണ്ട. അപ്പോഴത്തേക്ക് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം പിടിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് അങ്ങനെ തിളപ്പിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് കണ്ണൻ്റെ അടുത്ത് ഞാൻ പോയി റെഡിയായി വരാൻ പറഞ്ഞു. അവൻ പോയി റെഡിയായി വന്ന് അവന് പാല് കുടിച്ചതിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നു. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന് മതി ഇനി എനിക്ക് വയ്യുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വെള്ളം തിളപ്പിച്ച് നേരത്തെ വെച്ചിരിക്കുന്നത് അത് അടപ്പെടുത്തോണ്ടോന്ന് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അടപ്പെടുത്തോണ്ടോന്ന് അടച്ച് പിന്നെ ഞാൻ അവൻ്റെ ചോറ് പാത്രം എടുത്തുകൊണ്ട് വന്ന് ചോറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ചോറിട്ട് വെക്കുകയാണ്. അവന് ചോറിട്ട് വെച്ചിട്ട് അപ്പോഴത്തേക്ക് റേഷൻ കട തുറക്കാനായിട്ട് സീനമോള് വന്നായിരുന്നു. സീന റേഷൻ കടയൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൗണ്ടുകളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അവന് ചമ്മന്തി ഞാൻ പിന്നെ കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടി അതിനകത്തോട്ട് വെച്ചു കൊടുത്ത്. പണ്ട് നമ്മൾ ഈ കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുക്കുമല്ലോ. അങ്ങനെ സീനടുത്ത് ഇത്തിരി നേരം നുണയൊക്കെ പറയുകയാണ്. സീനടുത്ത് ഇന്നലെ ഗൗരിയും കൊണ്ട് പോയ കാര്യം എപ്പോൾ വന്നെന്നൊക്കെ ചോദിച്ച് എപ്പോൾ വന്ന കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു അവിടെ തന്നെ കൊടുത്ത് അതിൻ്റെ സ്ലിറ്റ് ഇച്ചിരി ഇറങ്ങിപ്പോയി. അങ്ങനെ അത് തയ്ക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒരു ഒറ്റമൈന വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒറ്റമൈനെ കണ്ട് ഞാനും മടുത്തെന്ന്. കാരണം സീന എപ്പോഴും ഈ ഒറ്റമൈനെ കാണുമ്പോൾ അയ്യോ ഇന്ന് എനിക്ക് വഴക്ക് കൂടും അടി കൂടും. അപ്പോൾ സീന പറഞ്ഞു ഇങ്ങനെ തോളിലിട്ട് അടിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചാൽ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് ഭയങ്കര പേടിയാണ്. ഒറ്റമൈനെ കണ്ട് അന്ന് ഭയങ്കര കരച്ചിലായിരിക്കും ദുഃഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പം എനിക്ക് ഒറ്റമേനെ കാണുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിനകത്തോട്ട് തുണിയെല്ലാം പറക്കിയിടാൻ വേണ്ടി പോയി. വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ തുണി കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇടും. പിന്നെ ഇവരുടെ കൈ കൊണ്ട് കഴുകി യൂണിഫോം ഒക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ നാശമായിപ്പോൾ. അതുകൊണ്ട് കൈ കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് നേരത്തെ നനച്ച് വെച്ച് എടുത്തുകൊണ്ട് വന്ന് കൈ കൊണ്ടങ്ങ് കഴുകിയിട്ട് ബാക്കിയെല്ലാം വാഷിംഗ് മെഷീനിൽ മാറിയിട്ട് ഗൗരിയുടെ യൂണിഫോമിനകത്ത് ബെൽറ്റ് കിടക്കുന്നത് കൊണ്ട് അത് കയറി അതിനകത്ത് അടിക്കും. അതുകൊണ്ടാണ് അതിനകത്തോട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകാത്തത്. ബാക്കിയെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടും. പിന്നെ കണ്ണൻ്റെ യൂണിഫോം ഇതൊന്ന് കഴുകിയിടും. അച്ചുവിൻ്റെ ഷർട്ട് പിന്നെ അതിനകത്ത് വെള്ളയായതുകൊണ്ട് കുറേ അഴുക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് അത് ഇട്ട് അത്രയും കൊണ്ട് വെളുക്കത്തില്ല. വാഷിംഗ് മെഷീൻ പുതിയത് വന്നു, പക്ഷെ അത് സെറ്റ് ചെയ്യാൻ ആൾ വന്നില്ല. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി എല്ലാം ഇട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ എന്ത് സുഖമല്ലേ. അപ്പം ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ.